ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തന്റെ പ്രസ്താവനയിൽ നിന്ന് താൻ പിന്നോട്ടില്ലെന്ന് RSP നേതാവും കൊല്ലം MP-യുമായിട്ടുള്ള NK പ്രേമചന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും മാല ചവിട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ വാക്കുകളിൽ യാതൊരുവിധ കുറ്റബോധമില്ല എന്നും ആ പ്രസ്താവന മതവിഭജനമോ വർഗീയതയോ ലക്ഷ്യമിട്ടല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സത്യങ്ങൾ പറഞ്ഞതാണ്, അതിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്നാണ് പ്രേമചന്ദ്രൻ തന്റെ നിലപാട് ആവർത്തിച്ചത്. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ച സമയത്താണ് രഹന ഫാത്തിമയും ബിന്ദു അമ്മിണിയും മല ചവിട്ടിയത്. ആ സമയത്ത് സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയത്തെക്കുറിച്ചുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ചർച്ചകൾ ശമിച്ചിട്ടില്ല. ഇതേ വിഷയത്തിലാണ് പ്രേമചന്ദ്രൻ അടുത്തിടെ കൊല്ലത്ത് ഒരു പൊതുപ്രസംഗത്തിൽ പരാമർശം നടത്തിയത്. രഹന ഫാത്തിമയും ബിന്ദു അമ്മിണിയും മല കയറാൻ പോകുമ്പോൾ പൊറോട്ടയും ബീഫും വാങ്ങി കഴിച്ചതായിട്ടാണ് ആധികാരിക വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദത്തിനാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. പ്രേമചന്ദ്രന്റെ പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി ഷിബു ബേബി ജോൺ രംഗത്തെത്തി. ഷിബു ബേബി ജോൺ നേരത്തെ തന്നെ സമാന പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. ശബരിമലയുടെ ആചാരങ്ങൾക്കുള്ള ബഹുമാനമില്ലാതെ ആരെങ്കിലും മല കയറ്റുന്നത് ഭക്തജനങ്ങൾ അംഗീകരിക്കില്ല എന്നായിരുന്നു ഷിബു ബേബി ജോണിന്റെ നിലപാട്. അതിനാൽ പ്രേമചന്ദ്രന്റെ വാക്കുകൾ പാർട്ടിയുടെ പൊതുനിലപാടുമായി പൊരുത്തപ്പെട്ടതാണ് എന്ന് RSP വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ്. പ്രേമചന്ദ്രൻ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല, സാമൂഹിക തലത്തിൽ പലർക്കുമുള്ള ആവിഷ്കാരമാണ് എന്നാണ് അവരുടെ നിലപാട്. പ്രേമചന്ദ്രന്റെ പ്രസ്താവനയെ ശക്തമായി എതിർത്തുകൊണ്ട് CPIM മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ മതവിഭജനത്തിനും സ്ത്രീവിരുദ്ധ സമീപനത്തിനും വഴി തുറക്കുന്നതാണെന്ന് CPM ആരോപിക്കുന്നുണ്ട്. പാർട്ടി നേതാക്കൾ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിലൂടെയും CPM അനുഭാവികളുടെയും സൈബർ ഹാൻഡിലുകളിലൂടെയും പ്രേമചന്ദ്രനെതിരെ കനത്ത വിമർശനങ്ങൾ ഉയരുകയാണ്. അതേസമയം പ്രേമചന്ദ്രൻ ഈ വിമർശനങ്ങളെ സൈബർ വേട്ട എന്ന് വിശേഷിപ്പിച്ചു. CPM സൈബർ ഹാൻഡിലുകൾ വേട്ടയാടാൻ എത്ര ശ്രമിച്ചാലും ഞാൻ പിന്മാറില്ല എന്നും അവരെ അതുകൊണ്ട് എനിക്ക് ഭയമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രേമചന്ദ്രൻ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നത് CPM ആണ്, ഞാനല്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പന്തളത്ത് ഞാൻ പ്രസംഗിച്ചപ്പോൾ എന്റെ വാക്കുകളിൽ വർഗീയതയായി ചിത്രീകരിക്കുകയായിരുന്നു. എന്നാൽ അതേ വിഷയത്തിൽ VD സതീശനും ഷിബു ബേബി ജോണും പറഞ്ഞപ്പോൾ ആരും അതിനെ വിമർശിച്ചിട്ടില്ല. എന്നെ മാത്രം ലക്ഷ്യമിട്ടാണ് അത് വന്നത്. അത് തന്നെയാണ് ഇരട്ടത്താപ്പ്. CPM-ന്റെ പ്രസ്താവനയിൽ വേദനിപ്പിച്ചതിൽ പരസ്യമായിട്ടുള്ള മാപ്പും അദ്ദേഹം അപേക്ഷിക്കുന്നുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിവാദം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിയ ഒരു വിഷയമാണ്. 2018 സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ സർക്കാർ ആ തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറി. ആ സമയത്ത് തന്നെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മതപാരമ്പര്യ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷം ഈ വിഷയം ഓരോ തിരഞ്ഞെടുപ്പിലും പ്രചാരണായുധമായി. പ്രേമചന്ദ്രന്റെ ഇപ്പോഴത്തെ പ്രസ്താവന അതിന് പഴയ മുറിവുകൾ വീണ്ടും തുറന്നിട്ടിരിക്കുകയാണ്. പ്രേമചന്ദ്രന്റെ പ്രസ്താവനയെ സാമൂഹ്യ സംഘടനകൾ വ്യത്യസ്തമായി വിലയിരുത്തി. ചിലർ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആചാരങ്ങളുടെ സംരക്ഷണമായിട്ടുള്ള ഒരു അർത്ഥമാണ് പറയുന്നത്. മറ്റു ചിലർ അത് മതപരമായിട്ടുള്ള വിവേചനത്തിന്റെ പ്രതിഫലനമായിട്ടാണ് കണ്ടത്. സ്ത്രീ ശാക്തീകരണ സംഘടനകളായിട്ടുള്ള വനിതാ കളക്ടീവ്, തെളിവ് മുതലായവ പ്രസ്താവനയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. രാഷ്ട്രീയ നേതാക്കൾ അവരുടെ വാക്കുകളിൽ കൂടുതൽ ഉത്തരവാദിത്വം വേണം. ശബരിമല വിഷയത്തെ രാഷ്ട്രീയ ലാഭത്തിനായി വീണ്ടും ഉപയോഗിക്കുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തോടുള്ള ഒരു അനാദരവാണ് എന്നും അവർ പ്രസ്താവനയിലൂടെ പറഞ്ഞു. വിമർശനങ്ങൾ ശക്തമായിട്ടും പ്രേമചന്ദ്രൻ തന്റെ നിലപാടിൽ വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ലഭിച്ച ആധികാരിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിൽ തെറ്റൊന്നുമില്ല. ആരെങ്കിലും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ സത്യങ്ങൾ പറയാനുള്ള എന്റെ അവകാശം ഞാൻ ഉപേക്ഷിച്ചിട്ടുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ വാക്കുകൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ അസഹിഷ്ണുത പുലർത്തുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ്താവനയിൽ നിന്നും പിന്നോട്ടില്ലെന്ന അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തുമുള്ള രാഷ്ട്രീയ ചർച്ചകളെ വീണ്ടും ചൂടേറിയതാക്കി മാറ്റിയിരിക്കുകയാണ്. CPM-ഉം RSP-യും പരമ്പരാഗതമായിട്ടുള്ള ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളാണ്. എന്നാൽ പ്രേമചന്ദ്രന്റെ പ്രസ്താവന ഈ ബന്ധത്തിൽ ചെറിയ പിളർപ്പുണ്ടാക്കിയിരിക്കുകയാണ്. CPIM നേതാക്കൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധ പ്രസ്താവനകളുമായി കാണുകയും ചെയ്യുന്നുണ്ട്. അതേസമയം RSP വൃത്തങ്ങൾ സ്വതന്ത്രമായി പാർട്ടി നിലപാടാണ് പറഞ്ഞത് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇരു പാർട്ടികൾക്കുമിടയിൽ പരസ്പര വിശ്വാസത്തിൽ ചെറിയ വിള്ളൽ വന്നിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ശബരിമല വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ സമൂഹത്തിലെ മതേതര ധാരണകളെയും സാംസ്കാരിക സൗഹൃദത്തെയും ബാധിക്കുന്നതാണെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഓരോ പ്രസ്താവനയിലും മതവിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ ഭിന്നതകളും അസ്വസ്ഥതകളും സൃഷ്ടിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മതബോധം ഉപയോഗിക്കുന്നത് അപകടകരമാകുമെന്ന് അവർ പറയുകയാണ്. രാഷ്ട്രീയ നേട്ടത്തിനായി മതരംഗത്ത് തീ കൊളുത്തുന്നത് ഒടുവിൽ സമൂഹത്തിന്റെ തന്നെ തകർച്ചയായി മാറുമെന്ന് തിരുവനന്തപുരം സർവകലാശാലയിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞ പ്രൊഫസർ അഭിപ്രായപ്പെടുന്നുണ്ട്. വിവാദങ്ങൾ ഉയരുന്നിടത്തോളം കാലം പ്രേമചന്ദ്രൻ തന്റെ നിലപാട് മാറ്റാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയാണ്.